ഹായ് ഓൾ. ASMന്റെ പരീക്ഷ ഇങ്ങോട്ട് അടുത്തെത്തി അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു അവസാനഘട്ട പ്രിപ്പറേഷനിലായിരിക്കും. ഒരു മാരത്തോൺ ഓട്ടം പോലെ എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുവാണെന്നറിയാം. അപ്പൊ അതിന്റെ ഇംഗ്ലീഷിന്റെ ഭാഗങ്ങളിൽ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങളിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിയിരിക്കുന്നത്. സോ അപ്പം പരീക്ഷയ്ക്ക് മുൻപ് അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വേണ്ടി അത്ര നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ആ ഇംഗ്ലീഷിൽ നിന്ന് നിങ്ങളെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറെ ഭാഗങ്ങൾ ഓർമ്മിപ്പിക്കുക, അവയിലൂടെ ഒന്നുകൂടെ കടന്നു പോകുക എന്നുള്ളൊരു ഉദ്ദേശമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അധികം സമയം കളയാണ്ട് വീഡിയോയിലേക്ക് കടക്കാം അല്ലേ? സോ അപ്പം ഗ്രാമറിന്റെ ഭാഗമാണ് ഞാൻ ഇന്ന് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ഷുവർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് ഗ്രാമറിൽ. ഇന്ന ഭാഗത്ത് നിന്ന് ഇന്ന ക്വസ്റ്റ്യൻ വരും എന്നുള്ള രീതിയിൽ ഗ്രാമറിന്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഉറപ്പായിട്ടും പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ ഭാഗങ്ങളിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകാൻ പോകുന്നത്. സോ നമുക്ക് നോക്കാം. ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ നന്നായിട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. എപ്പോഴും ആദ്യം ചെയ്യേണ്ട കാര്യം തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ നല്ല രീതിയിൽ തന്നെ പഠിക്കുക, വായിക്കുക, ഓപ്ഷൻസും ശരിക്കും വായിക്കുക എന്നുള്ളതാണ്. എന്താണ് ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ദ കണ്ടക്ടർ ആസ് വെൽ ആസ് ദ പാസഞ്ചേഴ്സ് ഡാഷ് ടു ബി ബ്ലെയിംഡ് ഫോർ ദ ട്രബിൾ. ദ കണ്ടക്ടർ ആസ് വെൽ ആസ് ദ പാസഞ്ചേഴ്സ്. ആദ്യത്തെ ഭാഗം കാണുമ്പോഴേ നമുക്കറിയാം ഇവിടെ കണ്ടക്ടർ എന്ന് പറയുന്ന സബ്ജക്റ്റിനെയും ദ പാസഞ്ചേഴ്സ് എന്ന് പറയുന്ന മറ്റൊരു സബ്ജക്റ്റിനെയും നമ്മൾ ആസ് വെൽ ആസ് കൊണ്ട് ഇവിടെ എന്ത് ചെയ്തു? കണക്ട് ചെയ്തു അല്ലേ? ഈ രണ്ട് സബ്ജക്ട്സിനെയും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ആസ് വെൽ ആസ് ആണ്. ആസ് വെൽ ആസ് എന്ന് കാണുമ്പോഴേ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ടത് നമ്മളുടെ ചാപ്റ്റർ ആയ സബ്ജക്റ്റ് ആൻഡ് വെർബ് എഗ്രിമെന്റ് അഥവാ കോൺകോഡ് ആണ്. നമുക്കറിയാം ഏതെങ്കിലും രണ്ട് സബ്ജക്ട്സിനെ നമ്മൾ ആസ് വെൽ ആസ് കൊണ്ട് കണക്ട് ചെയ്താൽ അതിന് ശേഷം ഉപയോഗിക്കുന്ന വെർബ് എപ്പോഴും ആദ്യം തന്നിരിക്കുന്ന സബ്ജക്റ്റ് ഏതാണോ അതിനോടാണ് എഗ്രി ചെയ്യേണ്ടത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അപ്പൊ ഇവിടെ ആദ്യത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ദ കണ്ടക്ടർ എന്നുള്ളതാണ്. അത് സിംഗുലാർ ആണ്. അത് സിംഗുലാർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനു ശേഷം ഉപയോഗിക്കേണ്ട വെർബും ആര് തന്നെ ആയിരിക്കണം? സിംഗുലാർ തന്നെ ആയിരിക്കണം. സോ നമ്മൾ രണ്ടാമത്തെ സബ്ജക്റ്റിലേക്ക് നോക്കേണ്ട കാര്യമേ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഓപ്ഷനിൽ നിന്നും സിംഗുലാർ അല്ലാത്ത വെർബുകളെ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം തന്നെ എലിമിനേറ്റ് ചെയ്ത് കളയാം. സോ 6 പ്ലൂറൽ ആണ്. ഇന്നെന്ന് പറയുന്നത് ഒരു വെർബേ അല്ല, അതൊരു പ്രിപ്പോസിഷൻ ആണ്. അതുപോലെ തന്നെ വേർ എന്നുള്ളതും പ്ലൂറൽ ആണ്. സോ നമ്മുടെ ഇവിടെ ആൻസർ വരുന്നത് ഈസ് ആണ്. അപ്പം നമ്മുടെ സെന്റൻസ് വരുന്നത് ദ കണ്ടക്ടർ ആസ് വെൽ ആസ് ദ പാസഞ്ചേഴ്സ് ഈസ് ടു ബി ബ്ലെയിംഡ് ഫോർ ദ ട്രബിൾ. ഈ ആസ് വെൽ ആസിനെ ഓർക്കുമ്പം അല്ലെങ്കിൽ ആസ് വെൽ ആസിനെ പറ്റി പഠിക്കുമ്പം നിങ്ങൾ ഓർത്തിരിക്കേണ്ട മറ്റു ചില ആളുകളും കൂടിയുണ്ട്. ഞാൻ പെട്ടെന്നൊന്ന് നിങ്ങളുടെ ഓർമ്മപ്പെടുത്തലിന് വേണ്ടി നിങ്ങളൊന്ന് ഓർമ്മിക്കാൻ വേണ്ടി പറയുവാണ്. എയ്തർ ഓർ, നെയ്തർ നോർ, ഓർ നോർ, നോട്ട് ഓൺലി ബട്ട് ആൾസോ. ഒന്നുകൂടെ പറയുവാണ്. എയ്തർ ഓർ, നെയ്തർ നോർ, ഓർ നോർ, നോട്ട് ഓൺലി ബട്ട് ആൾസോ. ഈ 5 പേരിൽ ആരെങ്കിലും ഒരാളെ വെച്ചാണ് രണ്ട് സബ്ജക്ട്സിനെ നമ്മൾ കണക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ വെർബ് എപ്പോഴും എഗ്രി ചെയ്യേണ്ടത് സെക്കൻഡ് സബ്ജക്റ്റിനോടായിരിക്കണം. അതേ സമയത്ത് ആസ് വെൽ ആസ്, ആസ് മച്ച് ആസ്, ആസ് മെനി ആസ്, വിത്ത്, എലോങ് വിത്ത്, ടുഗെദർ വിത്ത്, ഇൻ ദ കമ്പനി ഓഫ്, അക്കമ്പനീഡ് ബൈ, ഫോളോഡ് ബൈ, ഇതേപോലെയുള്ള കണക്റ്റിംഗ് വേർഡ്സ് കൊണ്ട് ആൻഡ്, നോട്ട്, ബട്ട്, ഇൻക്ലൂഡിങ്, എക്സ്ക്ലൂഡിങ്, ഇതേപോലെയുള്ള എന്താണ് കണക്റ്റിംഗ് വേർഡ് കൊണ്ടാണ് രണ്ട് സബ്ജക്ട്സിനെ കണക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ എപ്പോഴും വെർബ് എഗ്രി ചെയ്യേണ്ടത് ഫസ്റ്റ് സബ്ജക്റ്റിനോടായിരിക്കണം. സോ ഈ 2 റൂളും കൃത്യമായിട്ട് ഒന്നുകൂടെ നോക്കുക കോൺകോഡ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ പെയർ ഓഫ് ഷൂസ് ഡാഷ് ഫൗണ്ട് നിയർ ദ സീൻ ഓഫ് മർഡർ യെസ്റ്റർഡേ. A pair of shoes dash found near the scene of murder yesterday. So ഇവിടെ നമുക്ക് സബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് a pair of shoes എന്നുള്ളതാണ്. ഈ ഷൂസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് കാണുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഇതൊരു പെയർ നൗൺ ആണ്. ഷൂസ്, സോക്സ്, ട്രൗസേഴ്സ്, സ്പെക്ടക്കിൾസ്, സിസേഴ്സ്, അതുപോലെ തന്നെ പൈജാമാസ്, ബൈനോക്കുലേഴ്സ്, ഇതെല്ലാം പെയർ നൗൺ ആണ്. പെയർ നൗൺ മാത്രമാണ് ഒരു സെന്റൻസിന്റെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നതെങ്കിൽ അതിനുശേഷം നമ്മൾ എപ്പോഴും ഉപയോഗിക്കേണ്ട വെർബ് പ്ലൂറൽ ഫോമിലുള്ളതായിരിക്കണം. അതേസമയം
ഈ പെയർ നൗണിന് മുൻപായിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പോലെ എ പെയർ ഓഫ് എന്ന് ചേർന്ന് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഏത് വെർബിനെ കൊടുക്കാമുള്ളൂ? സിംഗുലാർ വെർബിനെ മാത്രമേ ഉപയോഗിക്കാമുള്ളൂ. ഓർത്തോളുക, പെയർ നൗൺ മാത്രമാണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നതെങ്കിൽ പ്ലൂറൽ വെർബും, പെയർ നൗണിന് മുൻപ് എ പെയർ ഓഫ് എന്ന് ചേർന്നാണ് വരുന്നതെങ്കിൽ സിംഗുലാർ വെർബിനെയുമാണ് കൊടുക്കേണ്ടത്. ഇവിടെ നമുക്കറിയാം എ പെയർ ഓഫ് ഷൂസ് എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് ശേഷം നമുക്ക് സിംഗുലാർ വെർബിനെ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്നും പ്ലൂറൽ വെർബിനെ എല്ലാം നമുക്ക് ആദ്യം തന്നെ എലിമിനേറ്റ് ചെയ്ത് കളയാം. സോ അതുകൊണ്ട് തന്നെ വേറെന്നുള്ള ഓപ്ഷനെയും ആറെന്നുള്ള ഓപ്ഷനെയും നമ്മൾ ആദ്യം തന്നെ മാറ്റി. ഇനി നമുക്കുള്ളത് വാസുമുണ്ട് ഈസുമുണ്ട്, രണ്ടും സിംഗുലാർ ആണ്. ഇവിടെ നമുക്ക് യാതൊരു സംശയവും വരേണ്ട കാര്യമില്ല. കാരണം ഈ തന്നിരിക്കുന്ന സെന്റൻസിൽ യെസ്റ്റർഡേ എന്ന് തന്നിട്ടുണ്ട്. യെസ്റ്റർഡേ എന്നുള്ള വേർഡ് എപ്പോഴും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? പാസ്റ്റിനെ സൂചിപ്പിക്കുന്നു അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടുത്തെ ആൻസർ വാസ് എന്നുള്ളതാണ്. എ പെയർ ഓഫ് ഷൂസ് വാസ് ഫൗണ്ട് നിയർ ദ സീൻ ഓഫ് മർഡർ യെസ്റ്റർഡേ. ഓക്കെ, അടുത്ത ചോദ്യം. ഇഫ് യു ഇൻവൈറ്റഡ് മീ ഐ ഡാഷ്. കാണുമ്പോഴേ നിങ്ങൾക്കറിയാം ഇത് ഈഫ് ക്ലോസ് അഥവാ കണ്ടീഷണൽ സെന്റൻസസ് എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്കറിയാം ഈഫ് ചേർന്ന ഭാഗത്ത് നമുക്ക് വന്നിരിക്കുന്ന വെർബിന്റെ V2 ഫോമായ ഇൻവൈറ്റഡ് എന്നാണ്. വെർബിന്റെ V2 ഫോം ആണ് ഈഫ് ക്ലോസിൽ വന്നിരിക്കുന്നതെങ്കിൽ നമ്മുടെ മെയിൻ ക്ലോസ് എന്ന് പറയുന്നത് വുഡിന്റെ കൂടെ ആരെ ഉപയോഗിക്കുക? V1നെ ഉപയോഗിക്കുക. വുഡിന് പകരം ചിലപ്പോൾ ഷുഡെന്നോ കുഡെന്നോ മൈറ്റെന്നോ വരാവുന്നതാണ്. ഏത് വന്നാലും അതിനുശേഷം V1നെ കൊടുക്കണം. ആ രീതിയിൽ നോക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൻസർ ഫസ്റ്റ് ഓപ്ഷൻ ആണ്. ഇഫ് യു ഇൻവൈറ്റഡ് മീ ഐ വുഡ് കം. ഇനി ഈഫ് ക്ലോസിൽ നമുക്ക് V1 ആണ് വരുന്നതെങ്കിൽ നമ്മുടെ മെയിൻ ക്ലോസിൽ വിൽ V1 എന്നാണ് വരേണ്ടത്. വില്ലിന് പകരം ഷാളെന്നോ ക്യാനെന്നോ മേ എന്നോ വരാവുന്നതാണ്. ടൈപ്പ് 3 പറയുന്നത് ഇഫ് ക്ലോസിൽ ഹാർഡ് V3 എന്ന് വന്നാൽ മെയിൻ ക്ലോസിൽ വരേണ്ടത് വുഡിന്റെ കൂടെ ഹാവ് V3 എന്നായിരിക്കണം. വുഡ് ഹാവ് V3 എന്നായിരിക്കണം വരേണ്ടത്. ഇവിടെയും നമുക്കറിയാം വുഡിന് പകരം ഷുഡെന്നോ കുഡെന്നോ മൈറ്റെന്നോ വരാവുന്നതാണ്. അപ്പം V1 വന്നാൽ വിൽ V1, V2 വന്നാൽ വുഡ് V1, ഹാർഡ് V3 വന്നാൽ വുഡ് ഹാവ് V3. സെറ്റ് അല്ലേ? അടുത്ത ചോദ്യം. ഐ ആം യൂസിങ് മൈ പെൻ. ചോദ്യം പറഞ്ഞിരിക്കുന്നത് ചേഞ്ച് ദ വോയിസ്. ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ആണ്. സെന്റൻസ് കാണുമ്പോഴേ നമുക്കറിയാം ഇത് ആക്റ്റീവ് വോയിസ് ആണ്. സോ നമ്മൾ ഇതിനെ ആരാക്കി മാറ്റണം? പാസീവ് വോയിസിലേക്ക് മാറ്റണം അല്ലെ. അങ്ങനെ പാസീവ് വോയിസിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നോക്കേണ്ട കാര്യം നമുക്ക് ആക്റ്റീവ് വോയിസിൽ തന്നിരിക്കുന്ന സെന്റൻസിന്റെ ഒബ്ജക്റ്റ് ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ എന്താണ് യൂസ് ചെയ്യുന്നത്? ഞാൻ എന്റെ പെൻ യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മളുടെ ഇവിടുത്തെ ഒബ്ജക്റ്റ് മൈ പെൻ എന്നുള്ളതാണ്. ആ ഒബ്ജക്റ്റിനെ നമ്മൾ സബ്ജക്റ്റ് ആക്കി മാറ്റണം. തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിലും മൈ പെൻ തന്നെയാണ് സബ്ജക്റ്റ്. ഇനിയാണ് നമുക്ക് വെർബ്. നമുക്കിവിടെ തന്നിരിക്കുന്ന വെർബ് ആമിന്റെ കൂടെ യൂസിങ് എന്നുള്ള ING ആണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആക്റ്റീവ് വോയിസിലുള്ള സെന്റൻസിൽ വെർബിന്റെ ING ഫോമിനെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ആ V3 എന്നുള്ള വെർബിന്റെ മുൻപിലായിട്ട് നിർബന്ധമായിട്ടും ആരെ ഉപയോഗിച്ചിരിക്കണം? ബീയിങ് എന്നുള്ള വെർബ് ഫോമിനെ ഉപയോഗിച്ചിരിക്കണം. മറ്റൊരു കാര്യം കൂടെ ഓർത്തിരിക്കുക, പാസീവ് വോയിസിൽ നമ്മൾ എപ്പോഴും നമ്മുടെ പ്രധാന ക്രിയയുടെ V3 ഫോമിനെ മാത്രമേ ഉപയോഗിക്കാമുള്ളൂ. അപ്പൊ ആക്റ്റീവ് വോയിസിൽ വെർബിന്റെ ING ആണെങ്കിൽ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ആ പ്രധാന ക്രിയയുടെ V3 ഉപയോഗിക്കുന്നതിന്റെ മുൻപിലായിട്ട് ആരും കൂടെ വേണം? ബീയിങ്ങും കൂടെ വേണം. ദെൻ അതിനു മുൻപിലായിട്ടാണ് ഓക്സിലറിയെ ചേർക്കേണ്ടത്. അപ്പൊ മൈ പെൻ എന്നുള്ളത് സിംഗുലാർ ആണല്ലേ. അതുകൊണ്ട് തന്നെ അതിന്റെ കൂടെ നമ്മൾ ഈസിനെ ഉപയോഗിക്കുന്നു. അപ്പൊ മൈ പെൻ ഈസ്. മൈ പെന്നിന്റെ കൂടെ ഈസ് വന്നിരിക്കുന്ന ഒരൊറ്റ ഓപ്ഷനേ നമുക്കുള്ളൂ. അത് ഫസ്റ്റ് ഓപ്ഷൻ ആണ്. മൈ പെൻ ഈസ് ബീയിങ് യൂസ്ഡ്. യൂസ്ഡ് എന്നുള്ളത് V3 ഫോം ആണ്. INGക്ക് പകരമായിട്ട് നമ്മൾ ബീയിങ്ങിനെയും കൊടുത്തു. ബൈ മീ എന്നുള്ളത് ഒരു നിർബന്ധവുമില്ല ക്വസ്റ്റ്യന്റെ ഓപ്ഷൻസിൽ വരണമെന്ന്. ചില ഓപ്ഷൻസ് ബൈ മീ ചേർത്താകും, ചിലത് ചേർക്കാതെയാകും.
അപ്പം ഐ ആം യൂസിങ് മൈ പെൻ എന്നുള്ളതിന്റെ പാസീവ് ഫോം ആണ് മൈ പെൻ ഈസ് ബീയിങ് യൂസ്ഡ്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ബട്ടർ ഈസ് മെയ്ഡ് ഡാഷ് മിൽക്ക്. പ്രിപ്പോസിഷൻ എന്നുള്ള ഭാഗത്തു നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് മെയ്ഡ് എന്ന് പറയുന്നത്. മേക്ക് എന്ന് പറയുന്ന വെർബിന്റെ V2 ഫോം ആണ് മെയ്ഡ് എന്നുള്ളത് നമുക്കറിയാം അല്ലെ. അപ്പൊ ഒരു സെന്റൻസിൽ മേക്ക് എന്നോ മെയ്ഡ് എന്നോ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രിപ്പോസിഷൻസ് എന്തൊക്കെയാണ്? നമുക്കറിയാം മേക്ക് അല്ലെങ്കിൽ മെയ്ഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒന്നിൽ നിന്ന് മറ്റൊന്നിനെ ഉണ്ടാക്കിയെടുക്കുക, നിർമ്മിക്കുക എന്നുള്ളതാണ് അല്ലെ. ഇവിടെ നിങ്ങൾക്ക് ഓർത്തിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം. എ എന്ന് പറയുന്ന വസ്തുവിൽ നിന്ന് നമ്മൾ ബി എ മേക്ക് ചെയ്യുന്നു. എ എന്ന വസ്തുവിൽ നിന്ന് നമ്മൾ ആരെ ഉണ്ടാക്കി? ബി എ ഉണ്ടാക്കി. തിരിച്ച് ഈ ബിയിൽ നിന്ന് നമുക്ക് എ എന്നുള്ള വസ്തുവിലേക്ക് തിരിച്ചു മാറാനും പറ്റുന്നുണ്ട് എങ്കിൽ അങ്ങനെയുള്ളവയുടെ കൂടെ നമ്മൾ എപ്പോഴും ഓഫ് എന്നുള്ള പ്രിപ്പോസിഷനെയാണ് ഉപയോഗിക്കേണ്ടത്. മെയ്ഡ് ഓഫ്. പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ? എ എന്ന് പറയുന്ന തിങ്ങിൽ നിന്ന് ബിയിലേക്ക് മാറി തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്കും മാറാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മേക്ക് അല്ലെങ്കിൽ മെയ്ഡിന്റെ കൂടെ ഓഫിനെ ഉപയോഗിക്കുക. അതേ സമയത്ത് എയിൽ നിന്ന് ബിയിലേക്ക് മാറാൻ പറ്റി, പക്ഷെ തിരിച്ച് ബിയിൽ നിന്ന് ഒരിക്കലും എയിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് പറയുന്നതെങ്കിൽ അവിടെ നിങ്ങൾ മെയ്ഡിന്റെ കൂടെ ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ ആണ് ഫ്രം എന്നുള്ളത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഓർത്തിരിക്കുക. എ ടു ബി, ബി ടു എ. അങ്ങനെയാണെങ്കിൽ ഓഫും, എ ടു ബി മാത്രമേ പറ്റുന്നുള്ളൂ, ബി ടു എ പറ്റുന്നില്ല എന്നാണെങ്കിൽ ആരെയാണ്? ഫ്രമ്മുമാണ് കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ബട്ടർ നമ്മൾ എന്തിൽ നിന്നാണ് ഉണ്ടാക്കിയത്? മിൽക്കിൽ നിന്നല്ലേ. മിൽക്കിൽ നിന്ന് നമ്മൾ ബട്ടറിനെ ഉണ്ടാക്കി. എ എന്ന മിൽക്കിൽ നിന്ന് ബി എന്ന ബട്ടറിലേക്ക് മാറി. തിരിച്ച് ഈ ബി എന്ന ബട്ടറിൽ നിന്ന് നിങ്ങൾക്ക് എയിൽ എന്ന മിൽക്കിലേക്ക് മാറാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല അല്ലെ. ബട്ടറിൽ നിന്ന് നമുക്ക് ഒരിക്കലും എങ്ങോട്ട് മാറാൻ പറ്റില്ല? മിൽക്കിലേക്ക് മാറാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ ഫ്രം എന്നുള്ളതായിരിക്കണം. അതേ സമയത്ത് ദിസ് ടേബിൾ ഈസ് മെയ്ഡ് ഡാഷ് വുഡ്. ഈ ടേബിള് വുഡിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്നു. നമുക്ക് വുഡിൽ നിന്ന് ടേബിളിനെ ഉണ്ടാക്കാം. തിരിച്ച് ടേബിളിനെ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്മാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ വുഡായിട്ട് മാറാൻ പറ്റും. അപ്പൊ അവിടെ നമുക്ക് ആരെ ഉപയോഗിക്കാം? ഓഫ് ആണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹി റോട്ട് ഹിസ് നെയിം ഡാഷ് ദ ടോപ്പ് ഓഫ് ദ പേജ്. ഹി റോട്ട് ഹിസ് നെയിം ഡാഷ് ദ ടോപ്പ് ഓഫ് ദ പേജ്. അവൻ അവന്റെ പേര് എഴുതി. എവിടെ എഴുതി എന്നാ പറഞ്ഞിരിക്കുന്നത്? പേജിന്റെ ടോപ്പിൽ. ഇവിടെ നമുക്ക് പലർക്കും സംശയം വരുന്ന ഒരു പ്രിപ്പോസിഷൻ ആണ്. പേജിൽ ആണോ എഴുതിയത്? പേജിന്റെ ടോപ്പ് എന്ന് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ആ ബുക്കിന്റെ പേജിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് അല്ല അവനവന്റെ പേര് എഴുതിയത്. പിന്നെ എവിടെയാണ്? ആ പേജിന്റെ ടോപ്പിൽ തന്നെയാണ് അവനവന്റെ പേര് എഴുതിയത് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഭാഗത്തെ സ്പെസിഫൈ ചെയ്ത് പറയുന്നു. അങ്ങനെ സ്പെസിഫിക്കേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ അതിന്റെ മുൻപിലായിട്ട് ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ എപ്പോഴും അറ്റ് എന്നുള്ളതാണ്. ഈ ചോദ്യം പലതവണ PSC ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഓർത്തിരിക്കുക, ഹി റോട്ട് ഹിസ് നെയിം അറ്റ് ദ ടോപ്പ് ഓഫ് ദ പേജ്. പലർക്കും തെറ്റുന്നതാണ്. പലരും ഓൺ എഴുതാറുണ്ട്. പക്ഷെ ഒരിക്കലും ഓൺ അല്ല. ഇവിടെ ഉപയോഗിക്കേണ്ടത് അറ്റ് ദ ടോപ്പ് ഓഫ് ദ പേജ് ആണ്. അതുപോലെ തന്നെ പലർക്കും തെറ്റുന്ന ഒരു കാര്യമാണ് ഫൂട്ട്. ഫൂട്ടിന്റെ മുൻപിൽ ഏത് പ്രിപ്പോസിഷൻ ആണ് ഉപയോഗിക്കേണ്ടത്? പലരും ബൈ എന്നുള്ള പ്രിപ്പോസിഷനെ എഴുതാറുണ്ട്. ഒരിക്കലും ഫൂട്ടിന്റെ മുൻപിൽ ബൈ അല്ല കൊടുക്കേണ്ടത്, ഓൺ ആണ് കൊടുക്കേണ്ടത് കേട്ടോ. ഓൺ ഫൂട്ട് എന്ന് മാത്രമേ പറയുള്ളൂ. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം കാണുമ്പോഴേ നിങ്ങൾക്കറിയാം റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. ഐ സെഡ് ടു ഹരി വൈ ആർ യു ലേസി. ഐ സെഡ് ടു ഹരി വൈ ആർ യു ലേസി. കാണുമ്പോഴേ നമുക്കറിയാം വൈ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡിൽ ആരംഭിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഒരു WH ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും ഉപയോഗിച്ചിരിക്കേണ്ട റിപ്പോർട്ടിംഗ് വെർബ് ആസ്ക്ഡ് എന്നുള്ളതാണ്. നമ്മളുടെ എല്ലാ ഓപ്ഷനിലും ആസ്ക്ഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. റിപ്പോർട്ടിംഗ് വെർബിന് ശേഷം WH ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ടിംഗ് വെർബിനെയാണ് നമ്മൾ എഴുതേണ്ടത്. സോ ആദ്യത്തെ ഭാഗം വരുന്നത് ഐ ആസ്ക്ഡ് ഹരി. സെഡ് ടുവിന് പകരമാണ് ആസ്ക്ഡ്. ഐ ആസ്ക്ഡ് ഹരി വൈ.
അതിനുശേഷം ഉടനെ തന്നെ നമ്മൾ ആ തന്നിരിക്കുന്ന ചോദ്യത്തിലുള്ള സബ്ജക്റ്റിനെ എടുത്തെഴുതണം. ഏതാണ് തന്നിരിക്കുന്ന ചോദ്യത്തിലുള്ള സബ്ജക്റ്റ്? യു ആണ്. ഞാൻ ഹരിയോടാണ് ചോദിച്ചത്, അതുകൊണ്ട് തന്നെ യുവിനെ നിങ്ങൾ ഹി എന്നാക്കി മാറ്റണം. അപ്പം ഐ ആസ്ക്ഡ് ഹരി വൈ ഹി. ഓപ്ഷൻ 1 നമുക്ക് ആദ്യം തന്നെ ഡിലീറ്റ് ചെയ്യാം. കാരണം ഒരിക്കലും ഒരു ചോദ്യത്തിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ റിപ്പോർട്ടിംഗ് വെർബിന് ശേഷം ദാറ്റ് എന്നുള്ള വേർഡിനെ ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യത്തെ ഓപ്ഷനെ ആദ്യം തന്നെ എലിമിനേറ്റ് ചെയ്യാം. ഇനി നമ്മൾ പറഞ്ഞു ഈ റിപ്പോർട്ടിംഗ് വെർബിന് ശേഷം നമ്മൾ വൈയെ ഉപയോഗിച്ചു, വൈക്ക് ശേഷം ഉടനെ തന്നെ സബ്ജക്റ്റിനെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അങ്ങനെ സബ്ജക്റ്റിനെ കൊണ്ടുവരേണ്ടത് കൊണ്ട് തന്നെ ലാസ്റ്റ് ഓപ്ഷനെ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം തന്നെ എലിമിനേറ്റ് ചെയ്യാം. സോ ഇവിടെയും നമ്മൾ ലാസ്റ്റ് ഓപ്ഷനെയും എലിമിനേറ്റ് ചെയ്തു. സോ ഈ സെക്കൻഡ് ഓപ്ഷനും തേർഡ് ഓപ്ഷനും ടൈപ്പിങ്ങിന്റെ ഒരു മിസ്റ്റേക്ക് ആണ് ഇവിടെ വന്നത്. വൈ വാസ് ഹി ലേറ്റ് എന്നുള്ളതാണ് ഈ ഓപ്ഷൻ കേട്ടോ. വൈ വാസ് ഹി ലേറ്റ്. ഐ ആസ്ക്ഡ് ഹരി വൈ വാസ് ഹി ലേസി. സോ അവിടെയും നമുക്കറിയാം വൈക്ക് ശേഷം വാസ് വന്നതുകൊണ്ട് അതും പറ്റില്ല. സോ നമ്മുടെ ആൻസർ ഐ ആസ്ക്ഡ് ഹരി വൈ ഹി വാസ് ലേസി. വാസ് വന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ യുവിന്റെ കൂടെ ആയതുകൊണ്ടാണ് ആർ എന്നുള്ള പ്ലൂറൽ വെർബിനെ ഉപയോഗിച്ചത്. യുവിനെ നിങ്ങൾ ഹി ആക്കി മാറ്റിയപ്പോൾ അത് V2 പോകുമ്പോൾ ഹിയുടെ കൂടെ വാസ് വരുന്നു. അപ്പൊ നമ്മുടെ ആൻസർ ഐ ആസ്ക്ഡ് ഹരി വൈ ഹി വാസ് ലേസി. ഓക്കെ, അടുത്ത ചോദ്യം. ഐ പ്രിഫർ ഐസ്ക്രീം ഡാഷ് പുഡിംഗ്. ഐ പ്രിഫർ ഐസ്ക്രീം ഡാഷ് പുഡിംഗ്. ഓക്കെ, ഇവിടെ നമുക്കറിയാം പ്രിഫറിന്റെ കൂടെ എപ്പോഴും നമ്മൾ ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ ആരായിരിക്കണം? ടു എന്നുള്ളതായിരിക്കണം. പ്രിഫറിന്റെ മാത്രമല്ല, ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ് ജൂനിയർ സീനിയർ, ഇൻഫീരിയർ സുപ്പീരിയർ, ആന്റീരിയർ പോസ്റ്റീരിയർ, പ്രിഫർ പ്രിഫറബിൾ, പ്രയർ എൽഡർ. ഇത്രയും എണ്ണത്തിന് ശേഷം എപ്പോഴും ഉപയോഗിക്കേണ്ട, ഇത്രയും അഡ്ജക്റ്റീവ്സിന് ശേഷം എപ്പോഴും ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ ടു എന്നുള്ളതായിരിക്കണം. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ആൻസർ ഐ പ്രിഫർ ഐസ്ക്രീം ടു പുഡിംഗ്. ഓക്കെ, അടുത്ത ചോദ്യം. വിവേക് ഈസ് ദ ഡാഷ് ഓഫ് ദ 4 brothers. വിവേക് ഈസ് ദ ഡാഷ് ഓഫ് ദ 4 brothers. ഇവിടെ നമ്മളുടെ ഓപ്ഷൻസിൽ നിന്ന് നമുക്കറിയാം ഈ തന്നിരിക്കുന്ന സെന്റൻസിന്റെ അർത്ഥം 4 ബ്രദേഴ്സിൽ വെച്ച് ഏറ്റവും മുതിർന്നയാള് വിവേകാണ് എന്നാണ് പറയുന്നത്. ഈ എൽഡർ, എൽഡസ്റ്റ്, ഓൾഡർ, ഓൾഡസ്റ്റ് ഇവയിൽ എൽഡറും ഓൾഡറും കമ്പാരിറ്റീവ് ഡിഗ്രിയും എൽഡസ്റ്റും ഓൾഡസ്റ്റും സൂപ്പർലേറ്റീവ് ഡിഗ്രിയുമാണ്. എന്താണ് ഇവയുടെ പ്രത്യേകത? രണ്ടിന്റെയും അർത്ഥം അല്ലെങ്കിൽ 4 അഡ്ജക്റ്റീവ്സിന്റെയും അർത്ഥം പ്രായത്തിൽ മുതിർന്നത്, മൂത്തത് എന്നാണ്. ഇവ തമ്മിലുള്ള വ്യത്യാസം എൽഡർ, എൽഡസ്റ്റ് ഈ 2 അഡ്ജക്റ്റീവ്സിനെയും നമ്മൾ ഒരേ ഫാമിലിയിലുള്ള വ്യക്തികളെ കമ്പയർ ചെയ്യാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അതാണ് ഓർത്തിരിക്കേണ്ടത്. എൽഡറും എൽഡസ്റ്റും ഒരേ ഫാമിലിയിലുള്ള വ്യക്തികൾക്ക് തമ്മിലുള്ള കമ്പാരിസൺ അതിനുവേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മറ്റുള്ള ആളുകളോ അല്ലെങ്കിൽ മൃഗങ്ങളോ വസ്തുക്കളോ അങ്ങനെ എന്തായാലും അവയ്ക്കുള്ള കമ്പാരിസൺ ആണ് നമ്മൾ ഓൾഡറും ഓൾഡസ്റ്റും കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 4 ബ്രദേഴ്സ് എന്ന് പറയുമ്പോൾ 2ൽ കൂടുതൽ വ്യക്തികളായി, അതുകൊണ്ട് തന്നെ ഇവിടെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് വേണ്ടത്. ഇനി 4 ബ്രദേഴ്സ് എന്ന് പറയുമ്പോൾ അവർ ഒരേ ഫാമിലിയിലെയാണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടുത്തെ ആൻസർ എൽഡസ്റ്റ്. വിവേക് ഈസ് ദ എൽഡസ്റ്റ് ഓഫ് ദ 4 brothers. ക്ലിയർ അല്ലേ? Then അടുത്ത ക്വസ്റ്റ്യൻ. The headmaster insisted on dash the letter. The headmaster insisted on dash the letter. ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം insisted on എന്നൊരു സെന്റൻസിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് എപ്പോഴും അതിന്റെ ജെറണ്ട് അഥവാ ing ഫോമിൽ ഉള്ളതായിരിക്കണം. The headmaster insisted on seeing the letter. The headmaster insisted on seeing the letter. Okay, എപ്പോഴും ഓർത്തിരിക്കുക. Would you mind, do you mind, look forward to, insisted on ഇവയ്ക്കെല്ലാം ശേഷം വെർബിന്റെ ജെറണ്ട് അഥവാ ing ആണ്.
അതേസമയത്ത് ഹാഡ് ബെറ്റർ എന്നോ വുഡ് റാദർ എന്നോ ആണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ അതിനുശേഷം നമ്മൾ വെർബിന്റെ ബേസ് ഫോമിനെയാണ് കൊടുക്കേണ്ടത്. നോ സൂണർ ഡിഡ് ദ ബെഗർ ഓപ്പൺ ദ ഗേറ്റ് ഡാഷ് ദ ഡോഗ്സ് ബിഗാൻ ടു ബാർക്ക്. നോ സൂണർ ഡിഡ് ദ ബെഗർ ഓപ്പൺ ദ ഗേറ്റ് ഡാഷ് ദ ഡോഗ്സ് ബിഗാൻ ടു ബാർക്ക്. ഇവിടെ നമുക്കറിയാം നോ സൂണറുമായിട്ട് നമുക്ക് എപ്പോഴും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരാളെ ഉള്ളൂ, അതാണ് നോ സൂണർ ദാൻ. നോ സൂണർ ദാൻ എന്നേ പറയുള്ളൂ. നമ്മള് വെൻ എന്ന് പറഞ്ഞ് ഉപയോഗിക്കും. അത് ആരുടെ കൂടെയാണ്? ഹാർഡ്ലി, റെയർലി, അതുപോലെ തന്നെ ബെയർലി, സ്കേഴ്സ്ലി എന്നൊക്കെയാണ് വരുന്നതെങ്കിൽ അവയുടെ കൂടെയാണ് നമ്മൾ ആരെ ഉപയോഗിക്കുന്നത്? വെൻ ഉപയോഗിക്കുന്നത്. നോ സൂണറിന്റെ കൂടെ എപ്പോഴും ഉപയോഗിക്കുന്നത് ദാൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്കറിയാം, ക്വസ്റ്റ്യൻ ടാഗ് ആണ്. വിക്ടർ സെൽഡം വിസിറ്റ്സ് ഹിസ് അങ്കിൾ. ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മൾ ആദ്യം തന്നെ നോക്കേണ്ടത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതാണ്. സെൽഡം എന്നുള്ള നെഗറ്റീവ് വേർഡ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം ഈ സ്റ്റേറ്റ്മെന്റ് തന്നെ നെഗറ്റീവ് ആണ്. സോ നമ്മുടെ ടാഗ് ആരായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. പോസിറ്റീവ് ടാഗ് വേണ്ടത് കൊണ്ട് തന്നെ ഫസ്റ്റ് ഓപ്ഷനെയും സെക്കൻഡ് ഓപ്ഷനെയും നമുക്ക് ആദ്യം തന്നെ എലിമിനേറ്റ് ചെയ്യാം. അടുത്തത് നമ്മൾ നോക്കേണ്ടത് ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു ഓക്സിലറി ഉണ്ടോ എന്ന് നോക്കണം. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഓക്സിലറി ഒന്നും തന്നിട്ടില്ല. സോ പിന്നെ നമ്മൾ നോക്കേണ്ടത് ഇവിടെ തന്നിരിക്കുന്ന മെയിൻ വെർബിനെയാണ്. മെയിൻ വെർബ് എസ് ചേർന്ന മെയിൻ വെർബാണ് വിസിറ്റ്സ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന് പകരം നമ്മൾ ഡസിനെയാണ് ഉപയോഗിക്കേണ്ടത്. സോ നമ്മുടെ ആൻസർ ഡസ് ഹി. വിക്ടറിന് പകരം നമുക്ക് ഉപയോഗിക്കാവുന്ന പ്രൊനൗൺ ആണ് ഹി എന്നുള്ളത്. അപ്പൊ നെഗറ്റീവ് വേർഡ്സിനെ നിങ്ങൾ ഓർത്തിരിക്കുക. നോ, നോട്ട്, നൺ, നെവർ, നത്തിങ്, നോ വൺ, നോബഡി, നെയ്തർ, നോർ, റെയർലി, ഹാർഡ്ലി, ബെയർലി, സ്കേഴ്സ്ലി, സെൽഡം, ഫ്യൂ, ലിറ്റിൽ. ഇത്രയുമാണ് നെഗറ്റീവ് വേർഡ്സ്. ഇതിൽ ഏതെങ്കിലും ഒരു വേർഡ് ചേർന്ന് വന്നാൽ ആ സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആകും. അതുകൊണ്ട് തന്നെ അതിന്റെ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ. സോ ഏറ്റവും പ്രധാനപ്പെട്ട ഇംഗ്ലീഷിന്റെ ഗ്രാമറിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ കൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയത്. നിങ്ങളുടെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കണ്ടത്. സോ ഇതുപോലെ പ്രയോജനപ്രദമായിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് ഇനിയും വീഡിയോസിലൂടെ കാണാം. അപ്പം പരീക്ഷ എഴുതാനിരിക്കുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു, ബൈ.